അങ്ങനെ ഒരു 10 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു മലയാള സിനിമ തിയേറ്ററിൽ കണ്ടു. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ. ഇങ്ങനത്തെ സിനിമകളും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ചേട്ടന്റെ പെർഫോമൻസ് എന്താ പറയുക, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഔട്ട്സ്റ്റാൻഡിങ്, വൺ ഓഫ് ദ ബെസ്റ്റ്. എത്ര നശിച്ചാലും പിന്നെയും ജീവിക്കാനൊരു പ്രതീക്ഷ നൽകണ പടാന്ന് തോന്നുന്നു. റിയലി എൻജോയ് ചെയ്തു. ഒരുപാട് പേരോട് നമുക്കിത് പറയാൻ തോന്നും, ഈ ഒരു സിനിമ ഒന്ന് കാണണം. എല്ലാ ആക്ടേഴ്സും ഇതിൽ നന്നായി പെർഫോം ചെയ്തു, വളരെ നല്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വാക്കുകളിൽ പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല, ഇത് ശരിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പ്രോട്ടോകോൾ പാലിച്ച് എന്തായാലും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. പല സിറ്റുവേഷനിലും നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മുടെ ഫീൽ ചെയ്യിക്കുന്ന ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. കേരളത്തിലെ എല്ലാ ഫാമിലിയിലും ഒരു മുരളി ഉണ്ടാവും. ആ മുരളിക്ക് വേണ്ടിയുള്ള സിനിമയാണ്. എല്ലാവരും വാച്ച് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. ഇത് വിജയിപ്പിക്കേണ്ട സിനിമയാണ്. ഇത് ലൈഫ് ലോങ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റാവുന്ന ഉജ്ജ്വലമായ ഒരു സിനിമയാണ്. ഒരു സൈലൻസിന് ശേഷം തുടങ്ങുന്ന വേറൊന്നുമല്ല. ഞാൻ ഇന്നൊരു സിനിമ കണ്ടു. സിനിമയല്ല, ഒരു പച്ചയായ ജീവിതം കണ്ടു. വെള്ളം എന്ന പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത മുരളി നിറഞ്ഞാടിയ സിനിമ. മുരളി എന്ന് എടുത്തു പറയാൻ കാരണം എന്നറിയോ, ജയസൂര്യ എന്ന നടനെ, സ്റ്റാറിനെ, താരത്തിനെ ഞാൻ അതിൽ കണ്ടില്ല. മുരളി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമാണ് എൻ്റെ മനസ്സിൽ. ഹായ്, ഞാനിന്ന് വെള്ളം എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇറ്റ്സ് എ വെരി വെരി സ്വീറ്റ് ഫിലിം. വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് വളരെ എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ പറയുന്ന, കുറച്ചധികം നല്ല പെർഫോമൻസസ് ഉള്ള, വിഷ്വലി ബ്യൂട്ടിഫുൾ ആയ ഒരു ഫിലിമാണ് വെള്ളം. നമസ്കാരം. ഏകദേശം നീണ്ട 11 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് തിയേറ്ററിൽ പോയി ഒരു മലയാള സിനിമ കാണുന്നത്. പ്രജീഷ് സെൻ സംവിധാനം ചെയ്ത് ജയേട്ടൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന വെള്ളം എന്ന സിനിമയാണ്. ഒരു ബ്യൂട്ടിഫുൾ മസ്റ്റ് വാച്ച് സിനിമയാണ് വെള്ളം. അതുപോലെ ജയേട്ടൻ്റെ ഒരു ബ്രില്യൻ പെർഫോമൻസ്. അപ്പോൾ സിനിമ ഇതുവരെ കാണാത്തവർ തിയേറ്ററിൽ പോയി സേഫായി തന്നെ എല്ലാ കോവിഡ് പ്രോട്ടോക്കോളും പാലിച്ച് വെള്ളം സിനിമ കാണണം. ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെയാണ് വെള്ളം. ഈ വെള്ളം എന്നൊരു സിനിമ കൂട്ടിക്കൊണ്ടുപോയത് സമൂഹത്തിൻ്റെ പല മൂലകളിലേക്കുമാണ്. വെള്ളം അതിശക്തമായൊരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളിലെ ആരെങ്കിലും, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ മദ്യപാനത്തിന് അടിമയാണ്, അതിൻ്റെ വിക്റ്റിമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സിനിമ കാണണം. ഹായ് ഗൈസ്, നമസ്കാരം. ഇന്നലെ ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമയുടെ പേര് വെള്ളം എന്നാണ്. സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ ജയേട്ടനാണ്. ഗംഭീര പെർഫോമൻസ്, സൂപ്പർബ് സ്റ്റോറി ആൻഡ് എന്ത് പറയാനാ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു മലയാള സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എത്രയും പെട്ടെന്ന് പോയി കാണണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാക്കിയ ഒരു ട്രെയിലർ കൂടിയായിരുന്നു. സോ ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ് വാസ് ലൈക്ക് മൈൻഡ് ബ്ലോയിങ്. ജയേട്ടൻ്റെ ഐ തിങ്ക് കുറേ നല്ല പെർഫോമൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ദിസ് വിൽ ബി ലൈക്ക് ടോപ്പ് നോച്ച് സിനിമ. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇസ് ഫോർ ദി ഫാമിലീസ്. പക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഉണ്ടായ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ യൂത്ത് ഈ സിനിമ കണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും കോവിഡ് പ്രോട്ടോകോൾസ് പാലിച്ച് മാക്സിമം സിനിമ തിയേറ്ററിൽ പോയി കാണും. ഇറ്റ് ബി എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ബിക്കോസ് ഒരു ആസ് എൻ ആക്ടർ ഓൾസോ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇത്തരം സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷമാണ്. നല്ല ഓക്യുപ്പൻസി ഉണ്ടായിരുന്നു. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തനം നടത്തിയ എല്ലാ ടെക്നീഷ്യൻസിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ആൻഡ് വൺസ് മോർ, സിനിമ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം തിയേറ്ററിൽ പോയി കാണും. ഞാൻ പേഴ്സണലി പോയി കണ്ടപ്പോൾ എനിക്കും വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. ബിക്കോസ് കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചിട്ട് തന്നെയായിരുന്നു അവിടുത്തെ അതോറിറ്റീസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് അഗെയിൻ. ഗുഡ് ലക്ക് ടു ദി എൻറ്റയർ ടീം. താങ്ക് യു.